എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നതെന്നാണ് കുറേ സോസൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഡിഷ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള ഒരു പാസ്തയാണ് കാണിക്കാൻ പോകുന്നത്. ഒരു ഇൻഡോ വെസ്റ്റേൺ ടച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫ്ലേവേഴ്സ് യൂസ് ചെയ്ത് പാസ്ത ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ടേസ്റ്റിന് ഒട്ടും കോംപ്രമൈസ് ഇല്ലാണ്ട് ഒരു സോസും ഉപയോഗിക്കാണ്ട് നമ്മുടെ ഇന്ത്യൻ ഫ്ലേവേഴ്സ് യൂസ് ചെയ്ത് മസാല പാസ്ത എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ സ്റ്റൈൽ പാസ്ത അല്ലെങ്കിൽ മസാല പാസ്ത ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് ഫുൾ മാക്രോണി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ്, ഇതിൻ്റെ പേര് ലാർജ് എൽബോ മാക്രോണി എന്നാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ മാക്രോണിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പല ഷേപ്പിലും കിട്ടുന്നുണ്ട്, ഏത് ഷേപ്പായാലും നമുക്ക് കുഴപ്പമില്ല. ഇത് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, അല്ലെങ്കിൽ ചെറിയ 2 സവാള, ഒരു 1.5 തക്കാളി ചെറുതായി അരിഞ്ഞത്, 1/2 കാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്, 4 ചീസ് സ്ലൈസസ്, കുറച്ച് ഉപ്പ്. ആദ്യം നമുക്ക് മാക്രോണി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാൻ വയ്ക്കാം. വെള്ളത്തിൽ നമുക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാക്രോണി ഇട്ട് കൊടുക്കാം. നമുക്ക് മാക്രോണി വെന്തോ എന്ന് നോക്കാം. ഒരു 7 to 8 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ വെന്തോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്ത് നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ പറ്റണം നമുക്ക്. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ മാക്രോണിക്കകത്തെ വെള്ളം ഫുള്ള് ഞാൻ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഓയിലിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഈ ഓയിലിട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ മാക്രോണി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടും അങ്ങോട്ടും ഒട്ടിപ്പിടിക്കും. അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിലിട്ട് കൊടുത്ത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിൽ നമുക്ക് 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ്. ഇപ്പോൾ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം
ഒരു സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കും. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. പറഞ്ഞിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യാണ്. എന്നിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. തക്കാളി ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമുക്ക് ഒരുപാട് അങ്ങ് കുക്കാവണ്ട, അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാണ്. ഞാൻ നേരത്തെ സവാള വഴറ്റുമ്പോഴേക്കും കുറച്ച് ഉപ്പ് ആഡ് ചെയ്തായിരുന്നു. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചീസ് സ്ലൈസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൈകൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല പാസ്ത റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.